ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. വാഷിംഗ് മെഷീൻ്റെ, അതായത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർക്കാണ് അറിയാം അതിൻ്റെ സ്പിന്നറും വാഷും വേറെ വേറെയാണ്. അപ്പോൾ ആ സ്പിന്നറിന് ഒരു ചെറിയ കംപ്ലയിൻറ്റ് വരും. ഇടയ്ക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് കറങ്ങാതിരിക്കുക, പതുക്കെ കറങ്ങുക, അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആ പ്രശ്നം എങ്ങനെ തന്നെ നമുക്ക് ടെക്നീഷ്യനെ വിളിക്കാതെ വീട്ടിൽ പരിഹരിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഇതിൻ്റെ സ്പിന്നർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതെങ്ങനെ ശരിയാക്കാമെന്ന് നമുക്ക് നോക്കാം. സ്പിന്നർ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്പിന്നർ പതുക്കെ കറങ്ങുക, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്വിച്ച് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ചുമ്മാ മൂളിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ടെക്നീഷ്യനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ പ്രശ്നം നമുക്ക് തന്നെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു സിമ്പിൾ ടെക്നിക്കുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എൻ്റെ ഈ മെഷീൻ ഇപ്പോൾ ഞാൻ ഈ സ്വിച്ച് ഓണാക്കിയാൽ പോലും വളരെ പയ്യെ മാത്രമേ കറങ്ങുന്നുള്ളൂ, സ്പീഡിൽ കറങ്ങുന്നില്ല. ഇങ്ങനെ പതുക്കെ കറങ്ങിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വെള്ളം വലിഞ്ഞു പോകുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇതുപോലെ കറങ്ങിയാൽ പോരാ, നല്ല പമ്പരം കറങ്ങുന്ന പോലെ ഈ സാധനം കറങ്ങി വെള്ളം പോകേണ്ടതാണ്. ചില സാഹചര്യങ്ങളിൽ ഇത് അനങ്ങ പോലുമില്ല, മൂളിച്ച മാത്രം കേട്ടുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ എത്ര സമയം ഓണാക്കിയിട്ടാലും ഇതുപോലെ സ്പീഡ് കുറഞ്ഞ് മാത്രമേ കറങ്ങുള്ളൂ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതെങ്ങനെ പരിഹരിക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഞാൻ അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ച് അതൊന്ന് അഴിച്ച് നോക്കാം. ഇതിൻ്റെ പുറകിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആയിരിക്കും. ഇവിടെ സ്ക്രൂ ഒന്നുണ്ട്. ഇവിടെ ഇതിങ്ങനെ ഒരു ബോക്സാണ്. അതിൻ്റെ സ്ക്രൂ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ കവറിങ് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് വളരെ എളുപ്പം ശരിയാക്കാൻ പറ്റുന്നതാണ്. കാണിക്കാം, ഒന്ന് അഴിക്കാം. ഞാൻ ആ സ്ക്രൂ എല്ലാം ആദ്യം ഒന്ന് അഴിക്കാം. ഇത് നമ്മളൊരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രോബ്ലമാണിത്. പെട്ടെന്ന് സ്പിന്നർ കറങ്ങാണ്ടിരിക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് കറങ്ങും. നമ്മളോർക്കും മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണോ, എന്നാ പറ്റി കേടായതാണോ എന്നൊക്കെ വിചാരിച്ച് ടെക്നീഷ്യനെ വിളിക്കും. വെറുതെ നമ്മുടെ കയ്യിലുള്ള പൈസ കളയും. ഇത് നമുക്ക് വീട്ടിലുള്ള ആർക്കും ചെയ്യാം. വളരെ എളുപ്പം തന്നെ ഇതിൻ്റെ ചെയ്യാവുന്ന ഒരു 5-6 സ്ക്രൂ അഴിക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വേറെ അകത്ത് മെക്കാനിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് കാണാം. ഞാൻ സ്ക്രൂ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ബോക്സ് ഇവിടുന്ന് പതുക്കെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും. അത് ഊരിയെടുത്ത് നമുക്ക് മാറ്റാം. ഇപ്പോൾ നമുക്ക് സംഭവിച്ചേക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡോർ തുറക്കുമ്പോൾ കാണുന്ന, ഡോർ പൊക്കുമ്പോഴാണ് ഇത് സ്റ്റോപ്പ് ആകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിവർ ഡോർ പൊക്കുമ്പോൾ ഇങ്ങനെ താഴുന്നതാണ്. താഴുമ്പോൾ നമുക്ക് കാണാൻ ഇവിടെ ഒരു ബ്രേക്ക് ഷൂ പോലെ ഒരു സംഭവമുണ്ട്. ബ്രേക്ക് ഷൂ പോലെ ഈ വീല് കറങ്ങുമ്പോൾ കാണാമോ? കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാമെന്ന് വിചാരിക്കുന്നു. ഈ സംഭവം നമ്മൾ കറങ്ങുന്ന വീല് കണ്ടോ? ഇതാണ് കറങ്ങുന്നത്. ഈ കറങ്ങുന്നത് ഇതൊരു ബ്രേക്ക് പാഡ് പോലെയാണിത്. ആ ബ്രേക്ക് പാഡ് നമ്മൾ ഡോറ് പൊക്കുമ്പോൾ ആ വീലിലൂടെ ചെന്ന് മുട്ടി നിന്നിട്ട് വണ്ടി ബ്രേക്ക് ചവിട്ടുമ്പം എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വർക്ക് ചെയ്തിട്ടാണ് അതിലിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ചെന്ന് ഇടിച്ച് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് സ്പീഡിൽ കറങ്ങാത്തതോ അല്ലെങ്കിൽ കറങ്ങുകയോ ചെയ്യാതെ അനങ്ങാതെ പോലും ഇരിക്കുന്നത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമാർക്കെന്ന് പറഞ്ഞാൽ ഈ ക്ലിപ്പ് ഇതിൻ്റെ ഹോള് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കവും താത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ടൈറ്റ് ചെയ്യാം, ലൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാനിവിടെ നമുക്ക് മുറുകി കിടക്കുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് താഴേക്ക് തള്ളുമ്പോഴാണ് മുറുകുന്നത്. താഴേക്ക് അപ്പം നമുക്ക് ഇച്ചിരി മുകളിലോട്ട് ആക്കേണ്ടതാണ്. അതിന് തൊട്ട് താഴെയുള്ള ഒരു ഹോളിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനത് ഒരു കണ്ണി താത്തി ഇടാൻ പോവുകയാണ്.
ഇപ്പോൾ ഞാനതൊരു കണ്ണി താത്തിയിട്ടിട്ട് ലൂസാക്കിയിട്ടുണ്ട്. അല്ലോ അങ്ങനെ ഈ തുളയിലോട്ട് താത്തിയിടുമ്പോൾ ഇത് മുകളിലോട്ട് വലിയുക ചെയ്യുന്നത്. മുകളിലോട്ട് വലിയുമ്പോൾ ആ ബ്രേക്ക് ഷൂ ഉണ്ടോ ഇങ്ങനെ പുറകോട്ട് വലിയും. അതേ മുട്ടിയിരിക്കുമ്പോഴാണ് ഇത് ഇങ്ങനെ പുറകോട്ട് വലിയും. ഇങ്ങനെ പുറകോട്ട് മാറിയിരിക്കണം. കുറേ നാൾ കഴിയുമ്പോൾ തേയ്മാനമൊക്കെ ഉണ്ടായി അതിൻ്റെ അകത്ത് ബ്രേക്ക് പാഡ് പോലൊരു സംഭവമുണ്ട്. അത് തേഞ്ഞ് തീർന്നിട്ട് അതേപോലെ ഇടിക്കുന്നതുകൊണ്ടാണ്, ഇടിച്ച് സ്റ്റോപ്പ് ആകുന്നതുകൊണ്ടാണ് കറങ്ങാൻ പാട് വരുന്നത്. ഇപ്പോൾ നമ്മളിത് മാറ്റിയിട്ടിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്. അതുപോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ പാട് കടിച്ചു പിടിച്ച് നിന്നുകൊണ്ടാണ്, ബ്രേക്ക് പോലെയുള്ളത് കടിച്ചു പിടിച്ച് നിന്നുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യാതിരുന്നത്. അപ്പം നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ എല്ലാത്തിനും വരുന്നതാണ്. ഇതിങ്ങനെ ഊരി കഴിഞ്ഞിട്ട് ആർക്ക് വേണമെങ്കിലും ശരിയാക്കാം. പ്രത്യേകിച്ച് അറിയാനുള്ള കാര്യമൊന്നുമില്ല. ഈ ഹോൾ കാണുന്നത് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ വീലിലോട്ട് കയറി ജാം ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ കറങ്ങാൻ വരുമ്പോൾ അടുത്ത ഹോളിലിട്ടിട്ട് മുറുക്കി കൊടുക്കണം. അപ്പം ലൂസായി പോകും. ഇത്രയേ ഉള്ളൂ.